പാവയ്ക്ക് ഒട്ടും തന്നെ കയ്പില്ലാതെയാണ് ഞാനിന്ന് റെഡിയാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഇരിക്കുന്തോറും ഇതിൻ്റെ സ്വാദ് വർദ്ധിക്കുന്നൊരു കറിയാണിത്. അപ്പോൾ കുട്ടികൾക്ക് പോലും കഴിക്കാവുന്ന വിധത്തിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പം ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഒരു 2-3 ദിവസം പുറത്ത് വെച്ച് ഒന്ന് എടുക്കുമ്പോൾ ചൂടാക്കി എടുത്ത് അത് കഴിക്കാവുന്ന ഒരു വിധത്തിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് എങ്ങനെയാണിത് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാവക്ക എടുത്ത് വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ കനം കുറച്ച് അരിയണം. ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരമുറി തേങ്ങ, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുകും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നമ്മളിന്ന് തയ്യാറാക്കുന്നത് പാവക്ക പച്ചടിയാണ്. അപ്പോൾ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വളരെ നൈസായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവക്ക അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക. ഒട്ടും തന്നെ കരിയാതെ വറുത്തെടുക്കണം. അതിൻ്റെ കളറൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിടുക. ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക. ഒരു പകുതി ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യമേ പച്ചമുളക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാവക്ക ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും പച്ചമുളകിൻ്റെ കളറൊക്കെ മാറിപ്പോവും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഒരു പകുതി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് 2 പച്ചമുളക് വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഈ സമയത്ത് ചേർക്കുമ്പോൾ പച്ചമുളകിൻ്റെയും വേപ്പിലയുടെയും കളറൊന്നും മാറില്ല. അപ്പം ഇങ്ങനെ ചേർത്ത് ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പാവയ്ക്കയുടെ ബ്രൗൺ കളർ ആകരുത്. അതിന് മുമ്പ് നമുക്ക് അത്രയും മതി. അപ്പോൾ നമ്മൾ ഒന്നും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. പാവയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവും. അപ്പോൾ പാവയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതിന് ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാറ് കൂടി കഴുകി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊരു സിമ്മിലിട്ടിട്ട് ഈ നമ്മൾ ഒഴിച്ച ആ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോഴാണ് നമ്മുടെ കറി ഇരിക്കും തോറും നല്ല ടേസ്റ്റായിട്ട് വരിക. ഇത് പുറത്ത് വെച്ചാൽ തന്നെ 2-3 ദിവസം പുറത്ത് തന്നെ ഇരുന്നോളൂ. നമുക്ക് എടുക്കാൻ നേരത്തെ ഒന്ന് ചൂടാക്കിയാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ചയോളം ഇരുന്നോളൂ. അപ്പോൾ നമ്മൾ ഈ തേങ്ങ അരപ്പൊന്ന് വറ്റിച്ചെടുക്കണം. ഇതേപോലെ ഒന്ന് ഇളക്കി സിമ്മിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇതേപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇത് പുളിയുള്ള തൈരാണ് കേട്ടോ. പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോഴേ നമുക്ക് കയ്പ്പിന് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല സ്വാദാണ്. ഇത് നമ്മൾ ഉണ്ടാക്കി ഉടനെ കഴിക്കരുത്. ഇത് കയ്പ്പും പുളിപ്പൊക്കെ ഒന്നും റെഡി ആവുന്നവരെയും വെച്ചിരിക്കണം. ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർത്തു. അതേപോലെ തന്നെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇറക്കി വെക്കാം. നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ടില്ലേ? വളരെ പെട്ടെന്നല്ലേ നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ നമുക്കിനി കടുക് വറുക്കാം. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പാൻ അടുപ്പിൽ വെച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് 2 വറ്റൽമുളകും കൂടി ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഇനി ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചേക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും. നല്ല സൂപ്പർ കറിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇതും ഒരു മെഴുക്കുവരട്ടി അല്ലെങ്കിൽ ഒരു പപ്പടം ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ചോറുണ്ണാം. ഇനി ഫ്രിഡ്ജിൽ വെക്കേണ്ട, നമുക്ക് പുറത്ത് വെച്ചാൽ തന്നെ ഇതവിടെ ഇരുന്നോളൂ. ഒട്ടും തന്നെ ചീത്തയാകില്ല. നമ്മൾ തേങ്ങക്കരപ്പ് നന്നായിട്ട് വറ്റിച്ചിട്ടാണ് നമ്മളിട്ടത്. ഇരിക്കും തോറും ഇതിൻ്റെ കയ്പ്പ് മാറി നല്ല സൂപ്പർ കറിയായിട്ട് വരും. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല സൂപ്പർ കറിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാൻ പറ്റും നല്ല കറി ഉണ്ടാക്കുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം.